ആദ്യം ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ. സാധാരണ ബജറ്റ് അവതരണത്തിന് മുമ്പും ശേഷവുമൊക്കെ നിരവധി കണക്കുകളും ഡേറ്റകളും വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുക എന്നതാണ് ഒരു രീതി. പക്ഷേ സാമാന്യ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ഉറ്റുനോക്കുന്നത് അവരുടെ ജീവിത ഭാരം ഉയരുമോ കുറയുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ആദായ നികുതി സ്ലാബിൽ ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നു എന്നതിനപ്പുറത്ത് ശാശ്വതമായി ഇടത്തരക്കാരന് ആശ്വാസം നൽകുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നു ബജറ്റിൽ എന്ന് പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിനൊരു മാറ്റം ഇത്തവണ ഉണ്ടാകും എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ആ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ആ സാധ്യത ഒരുപക്ഷേ സംഭവിച്ചേക്കാം. കാരണം തെരഞ്ഞെടുപ്പുകളൊക്കെ, ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് അടക്കം നമ്മുടെ ഇടത്തരക്കാരെ കൂടുതലായിട്ട് സർക്കാരിന് അനുകൂലമാക്കാൻ ഉള്ള ശ്രമങ്ങളുണ്ടാവും. പക്ഷേ ഇതിനപ്പുറം നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ടാക്സ് GDP റേഷ്യോ എത്രയാണ്? ഇത് ഏകദേശം 17%, GDPയുടെ 17% അടുത്ത് മാത്രമാണ്. നേരെ മറിച്ച് വികസിത രാജ്യങ്ങളിൽ ഇത് 35-നും 40-നും ഇടയിലാണ്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ ഇടത്തരക്കാരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഈ നികുതി ഇളവുകൾ നൽകുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ, ഉദാഹരണമായിട്ട് ഒരു ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴിയായിട്ട് ഒരു 500 രൂപ വീതം ഏറ്റവും പാവപ്പെട്ടവരായ ഗ്രാമീണ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾക്ക് നൽകുന്നത് പോലുള്ള ഒരു പദ്ധതികളെ കുറിച്ച് ഒന്നും നമ്മുടെ രാഷ്ട്രീയക്കാരോ സാമ്പത്തിക വിദഗ്ധർ പോലും സംസാരിക്കുന്നില്ല. അതായത് ഈ കർഷകർക്ക് 3 ഗഡുവായി ലഭിക്കുന്നത് പോലെയുള്ള സാമ്പത്തിക സഹായം, അതായത് ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള പണവിനിമയം നടക്കണം എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ആകണമെങ്കിൽ നമ്മുടെ റൂറൽ ഡിമാൻഡ്, ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ചോദനം വർദ്ധിക്കണം. അത് വർദ്ധിക്കുന്നതിന് ഉള്ള ഒരു മാർഗം ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറുകളാണ്. ഇപ്പോൾ നമ്മുടെ ആദായ നികുതി ഇളവുകൾ അടക്കമുള്ളത് യഥാർത്ഥത്തിൽ അത് അർബൻ സെന്റേർഡാണ്. നഗര കേന്ദ്രീകൃതമായ ചില ആശയാഭിലാഷങ്ങളാണ് സാധാരണ മിഡിൽ ക്ലാസ്സിന് കൂടുതലായിട്ട് നികുതി ഇളവുകൾ നൽകിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ഡിമാൻഡിൽ പ്രതിഫലിക്കും, അങ്ങനെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യും എന്ന്. സാർ, അവിടെ എന്റെ ഒരു സംശയമാണ്. അതായത് പൊതുവെ പറയപ്പെടുന്ന ഒന്നുണ്ടല്ലോ, അതായത് എക്കോണമിയെ പിടിച്ചു നിർത്തുന്നത് ഇത്തരം സൗജന്യങ്ങളല്ല, മറിച്ച് ഈ വാങ്ങൽ ശേഷിയിലേക്ക് ജനങ്ങളെ എത്തിക്കുക, അതിനവരെ പരിവർത്തനപ്പെടുത്തുക, അതിനുവേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അതിനപ്പുറത്ത് താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഡയറക്റ്റ് ബെനിഫിറ്റ്, അതായത് സർക്കാർ പണം ജനങ്ങളിലേക്ക് നേരിട്ട് നൽകുന്നത് ഒരു വളർച്ചയെ, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ഒരു സാമൂഹ്യ ശേഷി വർദ്ധിക്കുക, സാമ്പത്തിക ശേഷി വർദ്ധിക്കുകയല്ല എന്നൊരു നിരീക്ഷണം മറുഭാഗത്തില്ലേ? ആ നിരീക്ഷണത്തിന് വലിയ അടിസ്ഥാനമില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ട് ഡിമാൻഡ് അത് അത്രയധികം വിശ്വസിക്കാനൊക്കെ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ പുതിയ പോളിസി, ചൈന ഒരു മാനുഫാക്ചറിങ് പ്രോവസ്, ചൈനയുടെ ആ ഒരു പ്രോവസ് കണക്കിലെടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡൊമസ്റ്റിക് ഡിമാൻഡ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഉള്ള ഉൽപാദനം വർദ്ധിക്കുന്നതിന് വഴിയായിട്ടാണ് സാധിക്കുന്നത്. ഉൽപാദനം വർദ്ധിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു തടസ്സം ഡിമാൻഡ് കുറവാണ്, ചോദനം കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ ചോദനം വർദ്ധിപ്പിക്കുന്നതിന് സാധാരണ ജനങ്ങളുടെ വരുമാനം കൂട്ടുന്ന പദ്ധതികൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഹാത്മാഗാന്ധി എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമൊക്കെ ഒരു വേസ്റ്റാണ്, ഒരു വെറുതെ ഒരു നഷ്ടമാണ് എന്ന് തോന്നുമല്ലോ. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ചോദനം വർദ്ധിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ വ്യാവസായിക ഉൽപാദനം വർദ്ധിച്ചിട്ടുള്ളതായിട്ട് കാണാൻ. അപ്പോൾ അതാണ് നമ്മുടെ സാമ്പത്തിക
സാമ്പത്തികമായ ഒരു നയത്തിൻ്റെ അടിസ്ഥാനമാകേണ്ടത്. അത്തരത്തിലുള്ളൊരു നയരൂപീകരണം നടക്കുന്നില്ല. എപ്പോഴും ഈ ഇൻകം ടാക്സിനെ കുറിച്ചുള്ള ആദായ നികുതിയിൽ എത്രമാത്രം കുറവുണ്ടാകും. അല്ല, അവിടെ എന്റെ ഒരു സംശയം, അതായത് ഇപ്പോൾ ഒരു ഇടത്തരക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ. ഇപ്പോൾ 3 ലക്ഷം രൂപ വരെയാണ് റവന്യൂ എങ്കിൽ പ്രത്യേകിച്ച് റിട്ടേൺ ഒന്നും സമർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. 7 ലക്ഷം എന്ന നിലയിലേക്ക് വരുമ്പോൾ പോലും വലിയ തോതിൽ ഇപ്പോൾ പൊതുവെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നത് ഇടത്തരക്കാരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കുറയുന്നു. അവന് നീക്കിയിരിപ്പില്ലാതെയാകുന്നു. നീക്കിയിരിപ്പുണ്ടാകുമ്പോൾ മാത്രമാണല്ലോ ഈ മാർക്കറ്റിലേക്ക് പണം എത്തിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നു, അങ്ങനെ ക്രയവിക്രയം നടക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ പരിധി 10 ലക്ഷമാക്കി ഉയർത്തുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ പണം അധികമായി ശേഖരിക്കാൻ സാധാരണക്കാരനായ ആളുകൾക്ക് സാധിക്കും. അത് നികുതിയായി നൽകേണ്ടി വരുന്നില്ല. അപ്പോൾ ആ നികുതി പണമായി ലാഭിക്കുന്ന തുക അത് കൂടുതൽ ക്രയവിക്രയങ്ങൾക്ക് വഴിയൊരുക്കില്ലേ? അതൊരു പക്ഷേ രാജ്യത്ത് കൂടുതൽ മെച്ചപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകില്ലേ? ഞാൻ ചോദിക്കുന്നത് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഡിമാൻഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഗ്രാമീണ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിച്ചാൽ. നമുക്ക് കേരളത്തിലെ ഉദാഹരണം പറയാം. കേരളത്തിലെ ഈ നമ്മുടെ സാധാരണ ജനങ്ങളുടെ വെൽഫെയർ പെൻഷൻ 1600 നിന്ന് 2500 വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആ മുഴുവൻ തുകയും ഉടൻ തന്നെ വിപണിയിലെത്തും. ഇതാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ആദായ നികുതിക്കാരന് ഒരു കുറച്ചുകൂടെ കൺസെഷൻ കൊടുത്താൽ അതിൻ്റെ ഒരു ചെറിയ പ്രപ്പോർഷൻ മാത്രമേ യഥാർത്ഥത്തിൽ വിപണിയിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വിപണിയിൽ മൾട്ടിപ്ലയർ എഫക്റ്റ്, ആ ഒരു ഉണ്ടാക്കുന്ന ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാമീണ മേഖലയിൽ കൊടുക്കുന്ന സൗജന്യങ്ങൾക്കാണ് കൂടുതൽ ചലനം ഉണ്ടാക്കാൻ കഴിയുക എന്നാണ് എൻ്റെ പക്ഷം. അതായത് ഇപ്പോൾ ഈ കേരളത്തിൽ നൽകുന്നത് പോലെ സാമൂഹ്യ പെൻഷൻ നൽകുന്നത് പോലെ അതിപ്പോൾ ഒരു പ്രായപരിധിക്ക് മുകളിൽ ഉള്ളവർക്കാണ്. താങ്കൾ പറയുന്നത് അനുസരിച്ച് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന കുടുംബങ്ങൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിക്കുക എന്നുള്ളതാണോ? അതായത് അവിടെ പ്രായമോ മറ്റോ ഒന്നും നോക്കേണ്ടതില്ല. അതായത് ഒരു താഴ്ന്ന വരുമാനക്കാർക്ക് ഒരു ഇൻകം സപ്പോർട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. റൂറൽ ഡിമാൻഡ് വർദ്ധിക്കും. കാർഷിക പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ഉപഭോഗം വർദ്ധിക്കും. കാരണം നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഭക്ഷ്യ ഉപഭോഗം തന്നെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് കാർഷിക മേഖലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തും. അപ്പോൾ ഭക്ഷ്യ ഉപഭോഗം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഈ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ അത് നോൺ ഫുഡ് ഭക്ഷ്യേതര സാധനങ്ങളുടെ ഉപഭോഗം വർദ്ധിക്കും. അങ്ങനെ ഇതുണ്ടാക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ചലനം ആകമാനമുള്ള വ്യാവസായിക ഉൽപാദനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ